വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പങ്കുവെക്കുന്നത്. പാലക്കാട് നിന്നും ചിക്കമംഗലൂരിൽ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതശരീരം കണ്ടുകിട്ടിയെന്ന വാർത്തയാണ് വരുന്നത്. തിരച്ചിൽ നടക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടുകിട്ടുന്നത്. 4 ദിവസം മുമ്പാണ് കാണാതാവുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ടൂർ പോയ ശ്രീനന്ദയെ അവിടെ നിന്നും കാണാതാവുകയായിരുന്നു. 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടുകിട്ടിയത് എന്നാണ് മനസ്സിലാവുന്നത്. അവിടെ ദിവസങ്ങളായി തുടരുന്ന തിരച്ചിലിനൊടുവിലാണിപ്പോൾ മൃതശരീരം കണ്ടെത്തിയ എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്. പല സംശയങ്ങളും ആ കുടുംബം ഉന്നയിച്ചിരുന്നു. അതിനൊടുവിൽ 1500 അടി താഴ്ച, ഏറെ ഉയർന്ന ഒരു പ്രദേശത്ത് നിന്നുമാണ് ആ കുട്ടിയെ കാണാതാവുന്നത്. പക്ഷേ കുട്ടി താഴ്ചയിലേക്ക് ഇറങ്ങി പോകുന്നതൊന്നും CCTV ദൃശ്യങ്ങളിലൊന്നും കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ മൃതദേഹം കണ്ടെത്തി എന്നതാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന സംശയം അടക്കം കുടുംബം ഉന്നയിച്ചതുമാണ്. ഇപ്പോൾ ഏകദേശം 2000 അടി താഴ്ചയിൽ നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് മനസ്സിലാവുന്നത്. അവിടെ പൂർണ്ണമായി കുടുംബാംഗങ്ങളടക്കം ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള തിരച്ചിൽ നടപടികൾ നടക്കുകയാണ്. ഇതിനിടയിലാണിപ്പോൾ മൃതശരീരം കണ്ടുകിട്ടിയിരിക്കുന്നത്. 4 ദിവസം മുമ്പാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. ഏറെ ദുഃഖകരമായ വാർത്തയാണ്. കുട്ടിയുടെ മൃതശരീരം അവിടുന്ന് കണ്ടുകിട്ടിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 2000-ഓളം അടി താഴ്ചയിൽ നിന്നാണ് മൃതശരീരം കണ്ടുകിട്ടിയിരിക്കുന്നത്. കുട്ടി അവിടേക്ക് വീണു പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിച്ചതാണോ, ഇക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതശരീരം കണ്ടുകിട്ടി എന്ന കാര്യമാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. KV ബൈജു ചേരുന്നു. ബൈജു, നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. തിരച്ചിൽ നടപടികൾ വേഗത്തിലായിരുന്നു. ഇതിനിടയിലാണ് ബോഡി കിട്ടുന്നത്. എന്താണ് വിശദാംശങ്ങൾ? 1500-2000 അടി താഴ്ചയിലേക്കാണ് ബോഡി വീണ് കിടക്കുന്നത്. എന്താണ് സംഭവിച്ചത്? അതെ സഹിത്തെ, 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാമെന്ന ഒരു സംശയമൊക്കെ പ്രകടിപ്പിച്ചത്. വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ വേദനാജനകമായ വാർത്ത വരുന്നു. ശ്രീനന്ദയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും എങ്ങനെയാണ് ഈ മൃതദേഹം ഇത്രയും താഴ്ച, 1500-ഓളം അടി താഴ്ചയിൽ ഇത് എത്തിയെന്ന് സംബന്ധിച്ച് ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അത്തരം പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന്. ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ ഇവരുടെ ബന്ധുക്കളോട് സംസാരിച്ചിരുന്നു. ആ സമയത്ത് വലിയ തോതിലുള്ള തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെ, പോലീസ് ഉൾപ്പെടെ, ചിക്കമംഗളൂർ നോർത്ത് പോലീസാണ് അങ്ങനെ വലിയ തോതിലുള്ള പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നു. ഇതിനിടയിലാണ്, ആ തിരച്ചിലിനൊടുവിലാണ് ഇത്തരത്തിൽ 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ ഇങ്ങനെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വളരെ വേദനാജനകമായ ഒരു വിവരം തന്നെയാണ്. ചിക്കമംഗളൂരിൽ നിന്നും പാലക്കാട് സ്വദേശിനിയായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന അങ്ങേയറ്റം വേദനാജനകമായ വാർത്തയാണ്. ഏതായാലും ഇപ്പോൾ മറ്റു നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ മൃതദേഹം മുകളിലേക്ക് കൊണ്ടുവരാനുള്ള നടപടിയൊക്കെ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ബാക്കിയാവുന്നത്, എങ്ങനെയാണ് ഈ 1500 അടി താഴ്ചയിൽ, കാരണം ഈ 40ഓളം വരുന്ന സംഘം ഒന്നിച്ചായിരുന്നു യാത്ര ചെയ്യുന്നത്. കൃത്യം പറഞ്ഞാൽ 5:20 ഇവരുടെ ഫോട്ടോ, ഇവർ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിരുന്നു. ആ സമയത്തും ശ്രീനന്ദ ആ ഫോട്ടോയിലുണ്ട്. പിന്നീട് 5-10 മിനിറ്റിനകമാണ് ശ്രീനന്ദ അവിടെ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നത്. പിന്നെ ആ സ്ഥലത്തിന് വളരെ മാറി 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് എങ്ങനെയാണ് ശ്രീനന്ദ പതിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ വീണത് എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമുണ്ട്. അത് തന്നെയാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ഏതായാലും മൃതദേഹം മുകളിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു, മറ്റ് നടപടികൾ നടക്കുന്നു. അതിനോടൊപ്പം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇന്ന് ആശങ്കയുണ്ടാകുന്ന മറ്റൊരു കാര്യം, ഈ ബന്ധുക്കൾ പറഞ്ഞത് ഇങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകുമോ എന്ന കാര്യമൊക്കെയാണ്. ഏതായാലും അത്തരം സാഹചര്യമുണ്ടോ, ആരെങ്കിലും ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഈ കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വളരെ നിർണായകമാണ്. അത്തരം റിപ്പോർട്ട് ഇനി വന്നാൽ മാത്രമേ ഇതിൽ ഒരു കൃത്യമായ ഉത്തരം ലഭിക്കൂ. എന്നാൽ ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നത്. സഹിത, ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തി എന്ന വാർത്ത എന്തായാലും ഏറെ ദുഃഖകരമായ വാർത്തയാണ്. 15 വയസ്സുകാരി കുട്ടിയെ തിരികെ കിട്ടും എന്ന പ്രതീക്ഷയിലുള്ള തിരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ദുഃഖകരമായ വാർത്ത കൂടി പുറത്തു വരുന്നത്. മൃതശരീരം കണ്ടുകിട്ടിയെന്ന കാര്യം. അവിടെ എന്തായാലും വലിയ സെർച്ചിങ് ഓപ്പറേഷൻസ് നടക്കുകയായിരുന്നു. പ്രത്യേകിച്ചും കർണാടക സർക്കാരിൻ്റെ പ്രത്യേക സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കുകയും ചെയ്തിരുന്നിട്ടുണ്ട്. പാലക്കാട് സ്വദേശിയായ കുട്ടിയാണ്. കുട്ടിയെ അവിടെ കുടുംബാംഗങ്ങൾക്കൊപ്പം അവിടെ പോകുമ്പോഴാണ് കാണാതാവുന്നത്. എന്തായാലും ഈ ഏറെ കുട്ടിയെ തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ആൻറ്റി നക്സൽ ഫോഴ്സ് അടക്കം
ഒപ്പം തന്നെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അടക്കം ഉൾപ്പെടുത്തിയുള്ള വലിയൊരു തെരച്ചിൽ നടപടികളാണ് അവിടെ നടന്നു വന്നിരുന്നത്. ഇതിനിടയിലാണ് 2000 അടി താഴ്ചയിൽ നിന്നും കുട്ടിയുടെ മൃതശരീരം കിട്ടുന്നത്. എങ്ങനെ കുട്ടി അവിടേക്ക് വീണുപോയി എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. എന്താണ് സംഭവിച്ചത് കുട്ടിക്ക്? നേരത്തെ ആ കുടുംബാംഗങ്ങൾ വലിയ സംശയം ഉന്നയിച്ചിരുന്നു. കാരണം CCTV ദൃശ്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുമ്പോഴും കുട്ടി താഴ്ചയിലേക്ക് വീണുപോയി എന്നതിൻ്റെ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിൻ്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല. ബൈജു തുടരുന്നുണ്ട്. ബൈജു, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുടുംബാംഗങ്ങളൊക്കെ പറയുന്നുണ്ട് CCTV പലവട്ടം പരിശോധിച്ചു, പക്ഷേ കുട്ടി താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോകുന്നതോ അങ്ങനെയുള്ള സംശയകരമായ സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു കടയുടെ സമീപത്ത് വരെ കുട്ടി എത്തുന്നു എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഈ കടയിലുള്ളവരെ ചോദ്യം ചെയ്യണം, അത്തരം പരിശോധനകൾ വേണം എന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചത്. അപ്പോൾ ഇതിൽ സംശയകരമായ സാഹചര്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നു എന്ന് വേണോ കരുതാൻ? തീർച്ചയായും സൈത്തെ അല്പസമയം മുമ്പ് ഇവരുടെ ബന്ധുക്കളായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോഴും അവർ വ്യക്തമാക്കിയതാണ് എങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഇത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ 5:20 ഇവർ ഫോട്ടോ ഒന്നിച്ച് ഇവർ 40 പേരും ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ആ ഫോട്ടോയിലും ഈ ശ്രീനന്ദ പതിഞ്ഞിട്ടുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ തന്നെ 1500-2000 അടിയോളം താഴ്ചയുള്ള ഈ കൊക്കയിലേക്ക് എങ്ങനെ എത്തി എന്നതാണ് വളരെ പ്രധാനം. ഡ്രോൺ ഉപയോഗിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു. പോലീസിന്റെ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു വനമേഖലയൊന്നുമല്ല. ഈ പ്രധാനമായും ഇവരുടെ വാഹനം നിർത്തി ആ ഒരു സ്പോട്ട് അവിടെ നിന്ന് തന്നെയാണ് ഈ കുട്ടിയെ ഇങ്ങനെ അപ്രത്യക്ഷമാവുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇത്രയും താഴ്ചയിലേക്ക് ഈ കുട്ടി എത്തത്? അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമായിരിക്കും ഈ കാര്യത്തിൽ. ഏതെങ്കിലും തരത്തിൽ അങ്ങനെ മറ്റ് പിടിവലിയോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയോ അങ്ങനെ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ വ്യക്തമാകൂ. പോലീസ് അതാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകാനായുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത്. അത് അത്തരം നടപടികളായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചാൽ ഇതിൽ കൂടുതൽ വ്യക്തത വരും. CCTV ദൃശ്യങ്ങൾ താഴ്ഭാഗത്തുള്ള ഈ വ്യൂ പോയിന്റിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ അവിടെയൊന്നും ഈ കുട്ടി എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസ് നായും അതുപോലെ തന്നെയാണ് ഈ കൃത്യമായ ഒരു സ്ഥലം എത്തിയപ്പോൾ പോലീസ് നായ അവിടെ മണം പിടിച്ച് അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഈ കുടുംബം അവിടെയുള്ള കടകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്നോ അവിടെയുള്ള കടയിലുള്ള ആളുകളെ ചോദ്യം ചെയ്യണമെന്നോ ഒക്കെ കാര്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. അത് ന്യൂസ് 18 തന്നെയായിരുന്നു കുടുംബം അക്കാര്യം ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് എങ്ങനെയാണ് ശ്രീനന്ദ ഈ ഒരു കൊക്കയിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. 40 പേരും രക്ഷിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ 40 പേരും ഒന്നിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇതിനിടയിൽ ഈ കുട്ടി മാത്രം 15 വയസ്സുള്ള ശ്രീനന്ദ മാത്രം എങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്, ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നു, മരണത്തിലേക്ക് പോകുന്നുവെന്നാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. അതിൽ ഏറ്റവും നിർണായകമാകുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയാണ്. ഇനി കൂടുതൽ ഈ മൃതദേഹത്തിൽ അത്തരം പാടുകളോ മറ്റോ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന നടത്തേണ്ടത്. ഏതായാലും വലിയ ആയതുകൊണ്ട് തന്നെ വീഴ്ചയിൽ ശരീരഭാഗത്തൊക്കെ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്, വലിയ ചതവും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ എന്തെങ്കിലും വ്യക്തത ഉണ്ടാകൂ. അങ്ങനെ ഏതെങ്കിലും സംഭവം ശ്രീനന്ദക്ക് ദുരനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരം ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം ഒരുപാട് മലയാളികൾ ടൂറിസ്റ്റുകൾ പ്രത്യേകിച്ച് ഈ സമയത്തിലൊക്കെ അവധിക്കാലമൊക്കെ ആഘോഷിക്കാൻ എത്തുന്ന സ്ഥലമാണ് ചിക്മംഗ്ലൂരു. വലിയ തോതിലുള്ള കാഴ്ചകളൊക്കെ കാണാനും ഒക്കെ എത്തുന്നതാണ്. കാലാവസ്ഥ തണുപ്പ് കാലാവസ്ഥയുള്ള ഒരു സമയം കൂടിയാണ്. കോടമഞ്ഞും ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ചിക്മംഗ്ലൂർ. അങ്ങനെ മനോഹരമായ സ്ഥലമാണ്. മലയാളികൾ തിരഞ്ഞെടുക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപക്ഷെ മൂകാംബികയിലേക്ക് ഒക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ സുബ്രഹ്മണ്യ, ധർമ്മസ്ഥല, മൂകാംബിക എന്ന് പറഞ്ഞ് അങ്ങനെ അത്തരത്തിൽ ചിക്മംഗ്ലൂർ ഒക്കെ യാത്ര പോകുന്നതാണ്. വലിയ തോതിൽ ആളുകൾ എത്തുന്നതാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. 60 മണിക്കൂറിലധികമായി ഈ കുട്ടിയെ കാണാൻ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശമൊക്കെ അരിച്ചു പറക്കിയിരുന്നു. അപ്പോഴും അങ്ങനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ ഊർജിതമായി നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെ 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയിൽ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതിൽ ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ശ്രീനന്ദ ഈ കുഴിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് എത്താനിടയായ സാഹചര്യം, മറ്റ് ഇടപെടലുകൾ എന്തെങ്കിലും സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട്. അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരിക്കും വളരെ നിർണായകം. അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ പ്രാഥമികമായ വിവരം നമുക്ക് ലഭ്യമാകും. അത്തരം വിവരങ്ങൾ ഉടൻ തന്നെ പങ്കുവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സൈത്തെ യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ശ്രീനന്ദയുടെ മടങ്ങിവരവ്. എന്തായാലും കുട്ടിയെ കാണാതായിട്ട് 3 ദിവസം പിന്നിടുകയാണ്. 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. രാത്രിയും പകലൊന്നുമില്ലാതെ വലിയ തിരച്ചിലാണ് ഇവിടെ നടന്നത്. എങ്ങനെ കുട്ടിയെ കാണാതായി, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലാണ് പരിശോധന നടന്നത്. എന്തായാലും ഒടുവിൽ ഇപ്പോൾ കുട്ടിയുടെ മൃതശരീരം അവിടുന്ന് കണ്ടുകിട്ടുകയാണ്. വളരെ ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ബന്ധുക്കളുമായി രാവിലെ നമ്മൾ സംസാരിച്ചതാണ്, ബൈജു സംസാരിച്ചതാണ്. അപ്പോൾ ചില സംശയങ്ങൾ കൂടി അവർ പങ്കുവച്ചിരുന്നു. മറ്റൊന്നുമല്ല,
കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയോ മറ്റെന്തെങ്കിലും അപായപ്പെടുത്തിയോ എന്ന സംശയം കുടുംബാംഗങ്ങൾ പങ്കുവച്ചിരുന്നു. കാരണം സംശയകരമായ മറ്റ് സാഹചര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ CCTVയിൽ കുട്ടി താഴേക്ക് പോകുന്നതായി കാണുന്നില്ല. അങ്ങനെയുള്ള വിവരങ്ങളൊന്നുമില്ല. പിന്നെ എങ്ങനെ ഈ കുട്ടിയുടെ ശരീരം ഇപ്പോൾ 1500 അടി താഴ്ചയിൽ കണ്ടെത്തുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണ്ടിവരും. അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇക്കാര്യത്തിൽ നിർണായകമായിരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അവിടെ വലിയ പരിശോധനകൾ നടന്നു വരികയായിരുന്നു. അതിനിടയിലാണ് ദുഃഖകരമായ ഈ വിവരം കൂടി നമുക്ക് പുറത്തു വരുന്നത്.